ഉത്തരം 78. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, ഞാൻ എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. ഞാൻ ഉപമ പ്രസ്താവിപ്പിൻ, വായ തുറക്കും. പുരാതന കടങ്കഥകളെ ഞാൻ പറയും, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു, നാം അവരുടെ മക്കളുടെ അവയെ മറച്ചു കളയരുതേ. വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. ഞാൻ യാക്കോബിന് ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ചു എഴുന്നേറ്റു തങ്ങളുടെ മകളെ ഓടുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളൊരു തലമുറയായി തിരിക്കാതിരിക്കും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച് വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവർത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അവൻ മിസ്രൈം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണിക്ക അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നി പ്രകാശം കൊണ്ടും അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു. ആഴികളിൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുക്കുമാറാക്കി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു. അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവൻ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ ഒരു മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടാ തരുവാൻ അവന് കഴിയുമോ? തന്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി. അവർ വെള്ളത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാൽ തന്നെ അവൻ മീതെ മേഘങ്ങളോടും കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ വന്ന വർഷിപ്പിച്ചു. സ്വർഗീയ ധ്യാനം അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവരുടെ കൊതിക്ക് മതിയാവുന്നില്ല. ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു, ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവന്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചതുമില്ല. അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സംവത്സരങ്ങളെ അതിവേഗത്തിലും കഴിക്കുമാറാക്കി. അവൻ അവരെ കൊല്ലുമ്പോൾ അവൻ അവരെ അന്വേഷിക്കും. അവൻ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരിയും. ദൈവം തങ്ങളുടെ പാറ എന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നും അവർ ഓർക്കും. എങ്കിലും അവർ വായ്കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവ് കൊണ്ട് അവനോട് പോഷക് പറയും. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരിക്കുന്നില്ല, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചും തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും മടക്കി കളഞ്ഞു. അവർ ജഡമത്രേ എന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് എന്നും അവർ ഓർത്തു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. മിസ്രൈമിൽ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്തു. അവന്റെ കൈയും അവന്റെ ശത്രുവിൽ വശത്തു നിന്ന് അവരെ വിടുവിച്ചു. ദിവസവും അവർ ഓർത്തില്ല. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിക്കാതെ വണ്ണം രക്തമാക്കി തീർത്തു. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവ അവരെ അരിച്ചു കളഞ്ഞു. തവളയും അയച്ചു, അവ അവർക്ക് നാശം ചെയ്തു. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുകിളിയും കൊടുത്തു. അവൻ അവരുടെ മുന്തിരിവള്ളികളെ കന്മ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ട് നശിപ്പിച്ചു. അവൻ അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു. അവൻ അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു. അനർത്ഥ ദൂതന്മാരെ അവരുടെ ഗണ്ഡത്തെ തന്നെ അവൻ തന്റെ കോപത്തിനൊരു പാത ഒരുക്കി. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. മരുഭൂമിയിൽ ആട്ടിൻ
കൂട്ടത്തെ പോലെ അവരെ നടത്തി. അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച് ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തി കൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. പഞ്ചിനുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ടും അവനെ കോപിപ്പിച്ചു. വിഗ്രഹങ്ങളെ കൊണ്ടും അവനെ തീക്ഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരിക്കുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തന്റെ അവകാശത്തോട് കോപിച്ചു. തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്ക് ഇരയായിത്തീർന്നു. അവരുടെ കന്യകന്മാർക്ക് വിവാഹഗീതം ഉണ്ടായിരുന്നുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു. അവരുടെ വിധവന്മാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്കമുണർന്ന് വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു. അവർക്ക് നിത്യ വരുത്തുകയും ചെയ്തു. എന്നാൽ അവൻ യോസേഫിന്റെ കൂടാരത്തെ ത്യജിച്ചു. എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമിയെ പോലെയും സ്വർഗ്ഗവനത്തെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തന്റെ ദാസനായ ദാവീദിനെയും തിരഞ്ഞെടുത്തു. ആട്ടിൻതൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കത്തോടെ അവരെ നടത്തി. ആമേൻ.